ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ നമ്മൾ നിഫ്റ്റിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ ഞാൻ ഇന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ട്രേഡുകളെ കുറിച്ചുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയാണ് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് സമീപമായി നിൽക്കുകയാണ്. 1% ഓൺലി 1.5% മൂവ്മെൻറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. സോ ബീഹാർ ഇലക്ഷന് ശേഷം മാർക്കറ്റ് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയിലൊന്നും വലിയ സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിനായാലും വലിയ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ മാർക്കറ്റ് ഇന്ന് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ന് അടുത്ത നിയർ ബൈ ഹൈസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി 26,000 മുകളിൽ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ ഒരു ഓൾ ടൈം ഹൈക്ക് സമീപം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടക്കാൻ സാധ്യതയുണ്ട്, റീറ്റെയിലിംഗ് ട്രാപ്പിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ അവസ്ഥകളിൽ നമ്മളെപ്പോലെ സാധാരണ റീറ്റെയിലേഴ്സ് രണ്ട് രീതിയിലും ചിന്തിക്കും. ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് നേക്കഡ് സെല്ലിങ്ങും നേക്കഡ് ബൈയിങ്ങും നടത്തും. കാര്യമായിട്ട് അവർ ഒരു ഓപ്ഷൻസിൽ കണ്ണും പൂട്ടി ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രേഡുകളൊക്കെ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്. മാർക്കറ്റ് നമ്മളെ ട്രാപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ല. എന്തായാലും മാർക്കറ്റ് നിയർ ബൈ ഇനി നാളത്തെ ദിവസം സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുള്ള മേഖല 26,101 എന്നുള്ള മേഖലയാണ്. ഈ ഏരിയയിൽ ഒരു മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. കാര്യം ഒരുപാട് തവണ മാർക്കറ്റ് ഈ ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. സോ ഈ ഏരിയ പ്രോപ്പർലി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. ബട്ട് മാർക്കറ്റ് നിങ്ങൾ ഈ ഒരു സ്വിംഗ് ലോയിലേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് രണ്ട് തവണയോളം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 25,755 എന്നുള്ളത് നിയർ ബൈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ബൈയിങ് ഏരിയ ആയിട്ടും നിലനിൽക്കുന്നുണ്ട്. ഒരു 1% താഴെ വരുവാണെങ്കിൽ പോലും നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഒരു ബൈയിങ് ഏരിയ മാർക്കറ്റ് വാലിഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ നമുക്കൊന്ന് നോക്കാം എന്താ നടക്കുന്നതെന്ന്. നിഫ്റ്റി ബാങ്കും കൂടെ നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണ് കുറച്ചും കൂടെ പ്രൈസ് ആക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് നിഫ്റ്റി ബാങ്കിൽ വ്യക്തമാണ്. അല്ലെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പ്രോപ്പർ ബൈയിങ് ആണ് മാർക്കറ്റ് നടന്നിട്ടുള്ളത്. ആൻഡ് ആ ബൈയിങ്ങിന് ശേഷം മാർക്കറ്റ് കുറച്ചധികം കൺസോളിഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ നോക്കാം, ഡേ ചാർട്ട് നമുക്ക് വന്നെടുക്കാം. ഡേ ചാർട്ട് നോക്കാം. ഡേ ചാർട്ട് കണ്ട നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ തൃപ്തികരമായ ഒരു അവസ്ഥയാണ്. കാരണം പ്യുവർ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഇവിടെ നിഫ്റ്റി ബാങ്കിൽ കാണുന്നത് ഓൾ ടൈം ഹൈക്ക് സമീപം. സോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ പറയാം. സോ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു പ്രോപ്പർലി മാർക്കറ്റ് എത്ര % മൂവ്മെൻറ്റ് തന്നു? ഒരു 1.32% മൂവ്മെൻറ്റ് തന്ന ശേഷം മാർക്കറ്റ് കുറച്ചധികം കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഏരിയയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്ലാറ്റ് ടൈപ്പാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താൽ അടുത്തൊരു വലിയ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അപ്പോൾ എത്ര % ആണ്? മോസ്റ്റ്ലി ഒരു 1.44% മൂവിന് ശേഷമാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എത്ര മൂവ്മെൻറ്റ് ഇനി പ്രതീക്ഷിക്കാൻ ചോദിച്ചാൽ മേ ബി ഇനി ഒരു 59,200 അല്ലെങ്കിൽ 59,400 ഇങ്ങനത്തെ സോണുകളിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു ഏരിയ റീടെസ്റ്റ് സോണായിട്ടും അല്ലെങ്കിൽ ഒരു ബയേഴ്സിൻ്റെ ഒരു കൺട്രോളിൽ വരാനാണെങ്കിൽ ഈ ഒരു ഏരിയ ബെറ്റർ ആയിരിക്കും. ഓക്കെ, 58,600 എന്നുള്ള ഏരിയ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തായാലും മാർക്കറ്റ് പ്യൂർലി അപ്സൈഡ് മാത്രം പോകാൻ സാധ്യതയില്ല. എന്തായാലും ഈ ഏരിയകളൊക്കെ വന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിലെ എറ്റേണൽ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ആൻഡ് മാക്സ് ഹെൽത്ത് കെയർ, ഐഷ മോട്ടോഴ്സ്, മാരുതി സുസുക്കി ഒക്കെ വന്നിട്ടുണ്ട്. ടോപ്പ് ലൂസേഴ്സിലാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, TMPV എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്, അദാനി എൻ്റർപ്രൈസസ്, ജിയോ ഫിനാൻഷ്യൽ, അൾട്രാടെക് സിമെന്റ് ആൻഡ് ഏഷ്യൻ പെയിൻസ് ആണ് ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സിൽ വന്നിട്ടുള്ളത്. സോ അതൊരു പ്രോബബ്ലി ഒരു ജസ്റ്റ് കൂൾ ഓഫ് ടൈമാണ്. മാർക്കറ്റ് ചില സ്റ്റോക്കുകൾ അപ്സൈഡ് പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്യുന്ന ടൈം ആയിരിക്കും അല്ലേ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഓരോ സ്റ്റോക്സിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റോക്കുകൾ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എൻട്രീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒരു റിവേഴ്സൽ എൻട്രി എടുത്തിട്ടുള്ളത് എന്തായിരുന്നത് കപ്പാസിറ്റി എന്ന് പറഞ്ഞ സ്റ്റോക്കിലായിരുന്നു, കപ്പാസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ. സോ നമ്മുടെ എൻട്രി വന്നിട്ടുള്ളത് മോസ്റ്റ്ലി 280 റീജിയനിലാണ്. ആൻഡ് ഇപ്പോൾ നിലവിൽ 350 എന്നുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. സോ വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്ന് സായി ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ഈ ഹൈയിലേക്ക് പോകുമോ ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. സായി ലൈഫ് സയൻസ് ശേഷം ഇന്നൊരു എൻട്രി നോക്കിയിട്ടുള്ളത് അഡ്വാൻസ്ഡ് ആഗ്രോ ലൈഫിൽ ഒരു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇത് ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് ഒരു വളരെ തൃപ്തികരമായ മൂവ്മെൻ്റ് ഒന്നുമല്ല. നാളത്തെ ദിവസം മൂവ്മെൻറ്റിൻ്റെ ബാക്കി പെൻഡിങ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ,
അപ്പം കുറച്ചധികം സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ട്രോൾട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1 hour ട്രേഡ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ട്രോൾട്ട് 1 hourൽ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. സോ ഫർദർ മൂവ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ട്രോൾട്ട് ബയോ എനർജി എന്ന് പറഞ്ഞ സ്റ്റോക്ക്. സോ ആർക്കെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ എൻട്രീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പം നാളെ പ്രീ മാർക്കറ്റ് സെഷനിൽ മാർക്കറ്റിന്റെ ടോട്ടൽ ഔട്ട്ലുക്കും നമുക്ക് ഇൻട്രാഡേ ലെവൽസ് വരെ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.